കൃത്യമായ കണക്കുകൾ നികത്തി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമല്ല. ചില കണക്കുകൾ നികത്തി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഭീമമായ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇക്കാലത്തും പണ്ടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്തിട്ടുള്ളത്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറയുന്നത് എല്ലാ ചാനലുകളിലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ചകളിൽ കൈകളി ടി വിക്കാർക്ക് മാത്രം, അവിടെ ചർച്ച ചെയ്ത വല്ലവരും മാത്രം ഇതിനൊന്നും കേരള ഗവൺമെൻറ് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞു കാണും. ഞാൻ അവിടെ ചർച്ചയ്ക്ക് പോയിട്ടില്ല. കേരളത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ സാമ്പത്തിക ബാധ്യത പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ്, ധനകാര്യ രംഗത്തുള്ള മിസ്മാനേജ്മെൻറ്റുമാണ് അതിലുള്ള കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പതിവ് പോലെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കേന്ദ്രത്തിൽ നിന്ന് കടം കിട്ടാത്തതാണ്. ഇവിടെ ജനസംഖ്യ കുറഞ്ഞു പോയി, അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് പൈസ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ചില മുടന്ത ന്യായങ്ങൾ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാകാറുള്ളത്. ഈ കേരളത്തിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു നയമല്ല ധനകാര്യ കമ്മീഷനുകൾ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ഒരു രീതിയിലുള്ള പുരോഗതിയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അതിനനുസൃതം അതുപോലെയുള്ള പുരോഗതി ഉണ്ടായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് സഹായങ്ങൾ കുറഞ്ഞിട്ടുണ്ടാകാം. എന്തു തന്നെയായാലും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ആ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ്റിന് തന്നെയാണ് എന്നും സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് കേരളത്തിൻ്റെ കണക്കുകളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് കോടതി പറയുമ്പോൾ ഇവിടെ അവതരിപ്പിച്ച പല കണക്കുകളും താൽക്കാലികമായിട്ടുള്ളൊരു സമാധാനത്തിന് വേണ്ടി ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ച കണക്കുകളാണ്. രണ്ടാമത് 1722 കോടി രൂപ കടമെടുക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള കണക്കുകൾ, എന്തിന് ഈ തുക കടമെടുക്കുന്നു എന്നതിനുള്ള കണക്കുകൾ കൃത്യമായി ആ അവകാശം, ആ കണക്കുകൾ കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ കേരള ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഒരു സർക്കാരിന് ഞങ്ങൾ എന്തിന് കടമെടുക്കുന്നു എന്ന് കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ധന മാനേജ്മെൻറ്റിനകത്തുള്ള ഒരു വലിയ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. 2017 2020 ഇടയ്ക്ക് കേരളത്തിന് അവകാശപ്പെട്ടതിനേക്കാൾ അർഹതയുള്ളതിനേക്കാൾ കൂടുതൽ പണം കടമെടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്രം പറഞ്ഞതിനെ കോടതി അംഗീകരിക്കുന്നു. അപ്പം കേരളത്തിൻ്റെ വാദങ്ങൾ മിക്കവാറും എല്ലാം തന്നെ കോടതിയിൽ പൊളിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന എന്നെ പോലെയുള്ള വ്യക്തികളെല്ലാം പല ചർച്ചകളിൽ പങ്കെടുത്തും പല ലേഖനങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണിത്. കേരളത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കേരളത്തിൽ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിൻ്റെ പരിധികളെല്ലാം വിട്ടുള്ള കടമെടുപ്പ് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പേ ആയിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദേശീയ വരുമാനത്തിന് 40% കൂടുതലാണ്. നേരത്തെ ഇവിടെ ആരോ ചർച്ചയിൽ റോണിയാണെന്ന് തോന്നുന്നു സംസാരിച്ചപ്പം പറഞ്ഞു, ജനിക്കുന്ന ഒരു കുഞ്ഞ് 1 ലക്ഷം രൂപയിലധികം, 1 ലക്ഷം രൂപ എന്ന് നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്നതാണ്, ഇപ്പോൾ 1 ലക്ഷം കൂടുതലായിരിക്കും. ഓരോ മനുഷ്യൻ്റെയും ഓരോ വ്യക്തികളുടെയും കടബാധ്യത എന്ന് പറയുന്നത്, പ്രതിശീർഷ കടബാധ്യത എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയിൽ കൂടുതലാണ്. കേരളം ഈ ഗതിയിൽ പോവുകയാണെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് കേരളം. കഴിഞ്ഞ 7 വർഷമായിട്ട് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ധനം കിട്ടുന്നില്ല, കടം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഗവൺമെൻറ് കേരളത്തിൽ ധനം രൂപീകരിക്കുന്നതിലേക്ക് വേണ്ടി, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൽ കാര്യമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ശമ്പളവും പെൻഷനും എല്ലാ രാജ്യത്തും കൊടുക്കും, എല്ലാ സംസ്ഥാനത്തും കൊടുക്കും. അത് തൊഴിലാളികളുടെ അവകാശമാണ്. ജോലി ചെയ്യുന്നവന് ജോലി കൊടുക്കണം, പെൻഷനായവന് പെൻഷൻ കൊടുക്കണം.
വിധവ പെൻഷനും മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകളും കൃത്യമായിട്ട് കൊടുക്കണം. അതൊന്നും കേരള സർക്കാർ മാത്രം നൽകുന്ന ഒരു സൗജന്യമൊന്നുമല്ല. അതൊക്കെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നൽകുന്നതാണ്. ഒരു ക്ഷേമ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് അർഹപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ കടബാധ്യത ഉണ്ടായതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉൽപ്പാദന മേഖലയ്ക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല.